സല്യൂട്ട് സ്നേഹിതരെ. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് പോലീസ് ഓഫീസേഴ്സിന് താമസിക്കാൻ സർക്കാർ സൗകര്യങ്ങളില്ലാത്തത്, വളരെ കുറവായിട്ടുള്ളത്. ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് ഇപ്പോഴും. ഇതിനൊരു മാറ്റം വന്നത് എനിക്ക് തോന്നുന്നു 5-6 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ്. 2002 മെയ് മാസം ഞാൻ വിജിലൻസിൽ DIG ആയി തലസ്ഥാനത്ത് ചുമതലയേൽക്കുമ്പോൾ ക്വാർട്ടേഴ്സുകളുടെ എണ്ണം 4 ഉണ്ടായിരുന്നുള്ളൂ സീനിയർ ഓഫീസേഴ്സിന്. അത് മിക്കവാറും എല്ലാം വളരെ സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സാണ്. എന്തോ ഭാഗ്യം കൊണ്ട് അതിൽ ഒരെണ്ണം ഒഴിവ് വരികയും ഞാൻ അപേക്ഷിച്ചപ്പോൾ ഉടൻ തന്നെ എനിക്കത് കിട്ടുകയും ചെയ്തു. പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ പുറകിലായിട്ട് ഉദാര ശിരോമണി റോഡെന്നുണ്ടൊരു റോഡുണ്ട്. ആ റോഡിൽ 4 ക്വാർട്ടേഴ്സിൽ ക്വാർട്ടർ നമ്പർ 1 ആണ് എനിക്ക് അലോട്ട് ചെയ്തത്. നല്ല ക്വാർട്ടേഴ്സാണ്, 3 ബെഡ്റൂമുണ്ട്, ചെടികൾ വളർത്താൻ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ സൗകര്യങ്ങളുള്ള ഒരു ക്വാർട്ടേഴ്സായിരുന്നു. അന്ന് എൻ്റെ കൂടെയുള്ള പോലീസുകാർ രാത്രി കൂടെ നിൽക്കില്ലായിരുന്നു. അവർ രാവിലെ വന്നിട്ട് സെക്യൂരിറ്റി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭർത്താവിന് തിരുവനന്തപുരത്തേക്ക് ആ സമയത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി. മകനെ കൊണ്ടുവന്ന് ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ ചേർത്തു. എന്നിട്ട് ഞങ്ങളവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് താമസിക്കുകയാണ്. ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്. എൻ്റെ കുടുംബ വീടൊക്കെ തിരുവനന്തപുരത്താണെങ്കിൽ പോലും എനിക്ക് താമസിക്കാനായിട്ട് സ്വന്തമായിട്ടൊരു വീട് ഇല്ലായിരുന്നു. അമ്മയുടെ തറവാട്ട് വീട്ടിൽ എനിക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം വീട് കൊടുത്തിരിക്കുന്നത് ചേച്ചിക്കായിരുന്നു. ചേച്ചിയുടെ പല സാധനങ്ങളും അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ചേച്ചിയും കുടുംബവും ഗൾഫിൽ സൗദിയിലായിരുന്നു ജോലി ചെയ്തിരുന്നതെങ്കിലും അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബം, ഞാൻ ചെറുപ്പം മുതലുള്ള ഞങ്ങളുടെ സാധനങ്ങൾ, പിന്നെ ചേച്ചിയുടെ സാധനങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ഫർണിച്ചറും കൂടെ കൊണ്ടിട്ട് താമസിക്കാനുള്ളൊരു സൗകര്യം അവിടെ ഇല്ലായിരുന്നു. പിന്നെ ചേച്ചിയും കുടുംബവും അതുപോലെ എൻ്റെ മറ്റേ ചേച്ചിയും അനിയനും ഒക്കെ അവധിക്കാലത്തൊക്കെ വരുമ്പോൾ താമസിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കൂടെ താമസിക്കാൻ തക്കവണ്ണം വലിപ്പമുള്ള വീടൊന്നും അല്ല, അതൊരു കൊച്ചു വീടാണ്. അതുകൊണ്ടൊരു വാടക കെട്ടിടത്തിലായിരുന്നു ഞാൻ ഏജ് ആയിരുന്നപ്പോഴും ഒക്കെ താമസിച്ചിരുന്നത്. ഞാൻ അതിനെപ്പറ്റി നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു ഭൂതഭവനത്തിൽ താമസിച്ചിരുന്ന കഥ. ക്വാർട്ടേഴ്സ് കിട്ടി വളരെ സന്തോഷത്തോടു കൂടി വിജിലൻസിൽ 2 വർഷവും 1 മാസവും കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിചാരിതമായിട്ടൊരു ട്രാൻസ്ഫർ വന്നു. ആ ട്രാൻസ്ഫർ കിട്ടിയത് എല്ലാവരും കൊതിക്കുന്ന ഒരു സ്ഥലത്താണ്, എല്ലാവരും ചോദിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അത് ചോദിക്കാതെ എനിക്ക് കിട്ടിയത് വലിയ അതിശയമായിട്ട് തോന്നി. 17 പോലീസ് ജില്ലകൾ ആ സമയം ഉണ്ടായിരുന്നു കേരളത്തിൽ. അതിനെ 4 റേഞ്ചായിട്ട് തിരിച്ച് ഓരോ റേഞ്ചിലും ഓരോ DIGമാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തൊരു റേഞ്ച് DIG, എറണാകുളത്തൊരു റേഞ്ച് DIG, തൃശ്ശൂർ ഒരാൾ, കോഴിക്കോട് ഒരാൾ, അങ്ങനെയായിരുന്നു. അതിലേറ്റവും നല്ല മനോഹരമായ വളരെ സമാധാനമുള്ള എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു റേഞ്ചായിരുന്നു സെൻട്രൽ റേഞ്ച്, എറണാകുളം DIGയുടെ റേഞ്ച്. അവിടേക്കാണ് എന്നെ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ അതിശയിച്ചു പോയി. എന്ത് പറ്റി എന്നെ അവിടേക്ക് പോസ്റ്റ് ചെയ്യാനെന്ന് അതിശയിച്ചു പോയി. പക്ഷേ എന്നാലും ഒരു അവിചാരിതമായി കിട്ടിയ ഒരു പോസ്റ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ലോ ആൻഡ് ഓർഡർ ജോലി ചെയ്യാൻ പറ്റുമല്ലോ, വീണ്ടും യൂണിഫോം ഇട്ടുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമല്ലേ. അഴിമതി നിരോധനവുമായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അന്നേരം ഒരു 8 വർഷത്തോളം ആയിരുന്നു. അതുകൊണ്ടൊരു ചെറിയ മടുപ്പ് തോന്നുമല്ലോ. സ്പെഷ്യലൈസേഷൻ പോലെ ആയി ആ സമയത്ത് എനിക്ക്. ആൻറ്റി കറപ്ഷൻ ആക്ട്, നിയമങ്ങൾ, ലോസ്, അതിന് ഏതൊക്കെ കാര്യങ്ങൾ എപ്പോഴൊക്കെ ചെയ്യണം, അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു നല്ല വിവരം അതിനോടകം എനിക്ക് ലഭിച്ചിരുന്നു. CBIയിലും വിജിലൻസിലും ആൻറ്റി കറപ്ഷനിലും ഒക്കെ ജോലി ചെയ്തത് കൊണ്ട് ഒരു 8 വർഷം ആയതുകൊണ്ടൊരു മടുപ്പ് സ്വാഭാവികമായിട്ട് തോന്നുമല്ലോ. അതുകൊണ്ട് ലോ ആൻഡ് ഓർഡർ പോസ്റ്റിലേക്ക് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷേ ആകെയുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് തിരുവനന്തപുരത്ത് വന്നു, ഇനിയിപ്പോൾ വേറൊരു വീട് കണ്ടുപിടിക്കണം, എവിടെ പോയി താമസിക്കും, മോനെ വീണ്ടും എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ വേറൊരു സ്കൂളിലേക്ക് മാറ്റേണ്ടി വരും. അതുപോലെ വീട്ടിൽ കുറേ മൃഗങ്ങളുണ്ടായിരുന്നു. അത് മോൻ ഭയങ്കര മൃഗസ്നേഹിയാണ്, ഞാനും വളരെ വലിയ മൃഗസ്നേഹിയാണ്. പട്ടിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ പറ്റി വേറൊരു കഥയുണ്ട്, ഞാൻ പിന്നെ പറയാം. എന്തായാലും അന്ന് വീട്ടിൽ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ കയറി വന്ന ഒരു പൂച്ചയെ മടൽ വെച്ച് തല്ലിക്കൊല്ലാനോ മറ്റോ ശ്രമിച്ചപ്പോൾ അതിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നൊരു കുഞ്ഞു പൂച്ചയായിരുന്നു, ഒരു പെണ്ണായിരുന്നു അത്. അതിനെ കിറ്റിപ്പൂച്ച എന്നൊക്കെ പേരിട്ട് ഞങ്ങൾ വളരെ സ്നേഹത്തോട് വളർത്തി. അത് പ്രസവിച്ച് കൂട്ടിയ കുറേ പൂച്ചക്കുട്ടികളും പൂച്ചകളും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. ഒരു വലിയ പട്ടി എനിക്ക് ചേർത്തല ASPയുടെ സമയം തൊട്ടുണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് ഷീപ്പ് ഡോഗ് എന്ന് പറയുന്ന വലിയൊരു വൈറ്റ് ഒരു ഡോഗ് ഉണ്ടായിരുന്നു. ആ ഡോഗ് വളരെ കാണാൻ ഇങ്ങനെ വലിയ സൈസാണെങ്കിലും വളരെ ഒരു സാത്വികനായിട്ടുള്ളൊരു പട്ടിയായിരുന്നു. പക്ഷേ ചില സമയം അവൻ്റെ പാത്രത്തിലോട്ട് ആരെങ്കിലും വന്ന് തലയിട്ട ഭക്ഷണം കഴിക്കുമ്പം ആരെങ്കിലും വേറെ പട്ടികൾ വന്ന് തലയിട്ട് അവൻ കടിക്കും. അങ്ങനെ CBIയിലിരിക്കുമ്പോൾ അവൻ കൊണ്ടുവച്ചിരുന്ന ഭക്ഷണം അവൻ കഴിക്കാതിരുന്ന ഏതോ ഒരു റോഡിൽ കൂടെ പോയൊരു പട്ടിക്കുഞ്ഞ് കയറി വന്ന് അത് കഴിക്കാൻ പോയപ്പോൾ അവനെടുത്ത് കടിച്ച് കുടഞ്ഞു. ആ പട്ടിക്കുഞ്ഞിനെ ഞാനെടുത്ത് ശുശ്രൂഷിച്ച് മുറിവൊക്കെ മരുന്നൊക്കെ പുരട്ടി കുറച്ച് പാലൊക്കെ കൊടുത്തപ്പോൾ അത് പിന്നെ അവിടുന്ന് പോയില്ല. അങ്ങനെ ബ്രോൺസ് ഞങ്ങളുടെ
ബ്രിട്ടീഷ് ഷീപ്പ് ഡോഗ് മരിച്ചു ചത്തുപോയെങ്കിലും ലക്കി എന്ന് പറയുന്ന ആ പെൺ പട്ടി ഞങ്ങളുടെ കൂടെ ഏകദേശം 9-10 വർഷത്തോളം താമസിച്ചു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അത് 2-3 പ്രാവശ്യം പ്രസവിച്ചു. എനിക്ക് പട്ടിയോട് വലിയ സ്നേഹമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഡോഗ് സ്ക്വാഡിലെ ഒരു പോലീസുകാരൻ എന്നെ വിളിച്ചോടെ നിർബന്ധമായിട്ട് കൊണ്ടുപോയി. ഒരു പോമറേനിയൻ പട്ടിയായിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലെ പട്ടി പ്രസവിച്ച് കിടന്നതാണ്, വളരെ നല്ല പോമറേനിയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് എടുപ്പിച്ചു. 500 രൂപ കൊടുത്തു. പക്ഷേ ആ നിർഭാഗ്യവശാൽ ആ പട്ടി ഒരു മന്ദബുദ്ധി പോലെ അല്ലെ ഒരു വയലൻ്റ് ആയിരുന്നു. എല്ലാവരെയും കടിക്കും, അതിനെ തൊട്ടാൽ കടിക്കും, പിടിച്ചാൽ കടിക്കും. വളരെ ക്യൂട്ടായിട്ട് ചെറുപ്പകാലത്തുണ്ടായിരുന്ന വളർന്നു വന്നപ്പോഴേക്കും ഭയങ്കരമായിട്ടത് വയലൻ്റ് ആയിരുന്നു. പലരും ക്വാർട്ടേഴ്സുകൾ പതുക്കെയൊക്കെ ഒഴിയാറുള്ളൂ. ഒരു ട്രാൻസ്ഫറൊക്കെ വന്നു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും ഒഴിയാറില്ല. അപ്പോൾ നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പോയി, എന്തായാലും കിട്ടിയ അവസരമല്ല. ഞാൻ വിജിലൻസിൽ നിന്ന് ചാർജ് വിട്ട ഉടൻ തന്നെ പിറ്റേ ദിവസം തന്നെ പോയി എറണാകുളത്ത് DIG ആയിട്ട് ചാർജ് എടുത്തു. ഒരു സമയം അന്നത്തെ DIG എനിക്ക് പറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെ പോകണമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ DIGയുടെ ഓഫീസ് മൊത്തം ഇങ്ങനെ പത്രക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പത്രക്കാർ എല്ലായിടത്തും ഇങ്ങനെ പത്രക്കാരെന്തുവാ, ഇത്രയും ആൾക്കാരെന്തുവാ, വല്ല പ്രശ്നമുണ്ടോ? കാരണം എറണാകുളം സമയത്ത് കൊച്ചി സിറ്റിയിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അത്. ആഴ്ചയിൽ ഒരു കൊലപാതകം വെച്ച ഒരു ഇരട്ട കൊലപാതകം, അങ്ങനെ ഒരു തെളിയാതെ കിടക്കുന്ന ഒരു 4-5 കൊലപാതക പരമ്പരകൾ എറണാകുളം സിറ്റിയിൽ ആ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേടി, ഞാൻ ചാർജ് എടുക്കാൻ പോകുന്ന അന്നും ഇതുപോലെ വല്ല കൊലപാതക പരമ്പര, അതിൻ്റെ തുടർച്ചയായിട്ട് ഏതെങ്കിലും ഒരു കൊലപാതകം ഉണ്ടായോ, എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, വല്ല ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായോ എന്നൊക്കെയുള്ള പേടിയിലാണ് ഞാൻ അകത്തോട്ട് കയറി ചെല്ലുന്നത്. പക്ഷേ എല്ലാ ക്യാമറകളും എൻ്റെ നേരെ തിരിഞ്ഞു പടപടപടപട ഫോട്ടോ എടുക്കുന്നു. ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറയുന്നു. ഞാൻ മിണ്ടാതെ വളരെ ക്ഷീണിച്ച് യൂണിഫോം ഇട്ടുകൊണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ യാത്ര ചെയ്തത്. മുടിയൊക്കെ പറഞ്ഞൊക്കെ ചിക്കിപ്പരന്നൊക്കെ ഇരിക്കും. അവിടുത്തെ ഇറങ്ങി നിന്ന് ചീകാനും ഒന്നും സമയം കിട്ടിയില്ല. എന്തായാലും അകത്തേക്ക് കയറിയപ്പോൾ ആ DIG യാസിൻ സാറായിരുന്നു. യാസിൻ സാറ് വളരെ സരസനായിട്ടുള്ള വളരെ നല്ല ഒരു ഓഫീസറാണ് കേരള പോലീസിലെ. അദ്ദേഹം ആയിരുന്നു ആ സമയം DIG. അദ്ദേഹത്തിന് അവിടെ 2 വർഷം എങ്ങാണ്ട് കഴിഞ്ഞ് മാറ്റം കിട്ടി പോവുകയാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ പത്രക്കാരെയും വിളിച്ച് കൂട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പും ഒക്കെ ആയിട്ട് ഉള്ളത്. അതോ ഞാൻ വരുന്നു ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും വളരെ വലിയ ബൊക്കെയൊക്കെ ആയിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫോട്ടോ ദൂരെ എടുക്കുന്നു. അവസാനം അദ്ദേഹം ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞിട്ട് പോയി. ഞാൻ ചാർജ് ടേക്ക് ഓവർ ചെയ്തു. പത്രക്കാരെല്ലാവരും കൂടെ എൻ്റെ ചോദ്യങ്ങളാണ്. കൊച്ചി എന്ന് പറയുന്നത് ഭയങ്കര ഭീകര നഗരമായി, ആൾക്കാർക്ക് ഇവിടെ താമസിക്കാൻ പേടിയാണ്, എല്ലാവരും പലായനം ചെയ്യുകയാണ്, ഇവിടെ ഒരു ഡോൺ അണ്ടർവേൾഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മാഫിയ ഉണ്ട്, ഇവിടെ മയക്കുമരുന്നിൻ്റെ അയ്യര് കളിയാണ്. അപ്പോൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഭാവി പരിപാടികൾ, പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് പത്രക്കാർക്ക് എല്ലാവർക്കും ഇങ്ങനൊരു മീഡിയാസിന് ഇങ്ങനെ ഇതുണ്ട്. പുതിയ ആളൊന്ന് ഒന്നാമത് ആദ്യം വരുന്ന ലേഡി ഓഫീസർ അവിടെ DIGയിൽ. എല്ലായിടത്തും ആദ്യത്തെ ലേഡി ആയിരുന്നു ഞാൻ. പക്ഷെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ത്രില്ലാണോ എന്ന് അറിയില്ല. എന്നാൽ ലൈവായിട്ട് ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ തൽക്കാലം ഒന്നും പറയുന്നില്ല. അല്ല, എന്താണ് ഇത്രയും വലിയ ഭീകരാവസ്ഥ കൊച്ചി സിറ്റിയിൽ ഉണ്ടാകുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഞാൻ പറഞ്ഞു, പ്ലീസ് എന്നെ ഒന്ന് വിടാമോ വെറുതെ. നിങ്ങളെ 6 മാസം കഴിഞ്ഞിട്ട് 6 മാസം 7 മാസമോ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. ആ സമയം നിങ്ങൾ ഈ ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കുക. കാരണം ഞാനിവിടെ ചാർജ് എടുത്തല്ലേ ഉള്ളൂ. സിറ്റിയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാനൊന്ന് പഠിച്ചോട്ടെ, ഞാൻ പ്രവർത്തിച്ചോട്ടെ. എനിക്ക് സംസാരിക്കുന്ന വലിയ ഇഷ്ടമില്ല. പ്രവൃത്തിയിലൂടെ ഞാൻ കാണിക്കുക. 6 മാസത്തിന് ശേഷം പ്ലീസ് ഒന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയോ പറഞ്ഞ് അവർക്ക് ചായയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു വിട്ടു. എനിക്കൊരു 1-1.5 മാസത്തോളം പോലീസ് ക്ലബ്ബിൽ താമസിക്കേണ്ടി വന്നു. പോലീസ് ക്ലബ്ബായിരുന്നു അന്ന് എൻ്റെ ക്വാർട്ടേഴ്സായിട്ട് കൺവേർട്ട് ചെയ്തിരുന്നത്. കാരണം DIGക്ക് വേറൊരു വീട് കിട്ടി മാറാനായിട്ട് കുറച്ച് കാലതാമസം നേരിടേണ്ടി വന്നു. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ സാരമില്ല, പതുക്കെ മാറിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ വയർലെസ് സെറ്റ് കൊണ്ട് വെക്കാനും ഫിറ്റ് ചെയ്യാനും അതൊരു ക്വാർട്ടേഴ്സിനെ പോലെ താമസിക്കാനായിട്ട് പോലീസ് ക്ലബ്ബിൽ ബുദ്ധിമുട്ടാണല്ലോ. ഒരു ഒറ്റ മുറിയല്ലേ ഉള്ളൂ. പിന്നെ വേറെ ഓഫീസേഴ്സ് വരുമ്പോഴും അന്നത്തെ എറണാകുളം പോലീസ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഹൈക്കോർട്ടിൻ്റെ അടുത്തുള്ള DIGയുടെ ഓഫീസിൻ്റെ വളരെ അടുത്തുള്ള സ്ഥലം തന്നെ ആയിരുന്നെങ്കിലും വലിയ പ്രയാസമായിരുന്നു അവിടെ ഒരൊറ്റ മുറിയിൽ താമസിക്കുക എന്ന് പറയുന്നത്. ഫുഡെല്ലാം പുറത്തുനിന്നായിരുന്നു. DIG അഡ്മിനിസ്ട്രേഷൻ എന്നോട് പറഞ്ഞു, തിരുവനന്തപുരത്തെ ക്വാർട്ടേഴ്സ് മാഡം പെട്ടെന്ന് ഒഴിയണം, തിരുവനന്തപുരത്തെ ക്വാർട്ടേഴ്സ് വേറെ ഓഫീസറിന് അലോട്ട് ചെയ്തു, പെട്ടെന്ന് ഒഴിയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ക്വാർട്ടേഴ്സ് കിട്ടിയിട്ടില്ല, അത് കിട്ടിയിട്ട് ഒഴിഞ്ഞാൽ പോരേം ചോദിച്ചു. അല്ലല്ല, DGP പറഞ്ഞു പെട്ടെന്ന് തന്നെ ഒഴിയണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു, പട്ടികളെയും പൂച്ചയും ഒക്കെ കൊണ്ട് ഞാൻ ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞ് എങ്ങോട്ട് പോകും, ആരെയും എടുത്ത് നിർത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് പ്രയാസമാണ് ഒഴിയാനായിട്ട് എന്ന് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞെങ്കിലും ഹസ്ബൻഡിനും ട്രാൻസ്ഫർ കിട്ടാത്തിടത്തോളം കാലം മാറി നിൽക്കാനായിട്ട് സ്ഥലമൊന്നുമില്ല, മോനെ കൊണ്ടുവന്ന് ചേർക്കണം, അങ്ങനെയുള്ള ഒരുപാട് പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നെങ്കിലും അവസാനം എല്ലാം കൂടി എടുത്ത് പൂച്ചകളെ കളയാമെന്ന് വെച്ച് പൂച്ചയെ കളഞ്ഞ്
അപ്പോഴേക്കും 2 പട്ടി പോയിരുന്നു. ഒരു പട്ടി 2 പട്ടികൾ മാത്രമേ ഉള്ളൂ. അതിനെ കൊണ്ടുവന്ന് തൽക്കാലം എവിടെയെങ്കിലും നിർത്താമെന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞാൻ തന്നെ തിരുവനന്തപുരത്ത് പോയി. ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു. പൂച്ചകളെ വിട്ടിട്ട് വന്ന് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. കാരണം ആ ഒരു പൂച്ച അവിടെ പ്രസവിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ആ പ്രസവിച്ച് കിടന്ന പൂച്ച കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു എന്നറിയില്ല. പിന്നെ ഞാൻ പല പ്രാവശ്യം പോയി അതിനെ അന്വേഷിച്ച് നടന്നെങ്കിലും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു ഇപ്പോഴും വലിയ റിഗ്രറ്റായിട്ട് മനസ്സിൽ കിടപ്പുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഹസ്ബൻഡ് പോയി തൽക്കാലം അമ്മയുടെ കൂടെ കുറച്ച് നാൾ താമസിച്ചു എന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ വീണ്ടും കഷ്ടപ്പെട്ട ആലപ്പുഴയിലോട്ട് ട്രാൻസ്ഫർ ചോദിച്ച് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് കിട്ടിയത്. മോനെ എറണാകുളത്ത് ടോക്കറ്റ് സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തു. അപ്പോഴേക്കും ഓണപ്പരീക്ഷയുടെ സമയമായിരുന്നു. ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന സമയം ഞാനവിടെ അവനെയും കൊണ്ട് സ്കൂളിൽ പോലീസ് ക്ലബ്ബിൽ നിന്ന് ഇറങ്ങി ടോക്കച്ചിലേക്ക് പോകുന്ന വഴി അന്ന് DIGയുടെ കാറിൽ AC ഒന്നുമില്ല. അതിന് പകരം 2 ഫാനുകളാണ്, കൊച്ചു 2 ഫാനുകളാണ് 2 വശത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫാൻ ഉണ്ടായിരുന്നു. എന്തായാലും മോന് ബാഗും ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവനിങ്ങനെ കൂടിയിരിക്കുകയായിരുന്നു. മഹാരാജാസ് കോളേജ് കഴിഞ്ഞ് അങ്ങോട്ട് മുമ്പിലോട്ട് പോകുന്ന വഴി അതിഭയങ്കര സ്പീഡിൽ വന്ന ഒരു വണ്ടി, വേറൊരു കാറ് വന്ന് ഞങ്ങളുടെ കാർ അംബാസഡർ കാറിനെ ഇടിച്ച് പരത്തി. അപ്പോൾ ഞാൻ പറയുന്നു സ്പീഡിൽ വരുന്നു, ബ്രേക്ക് ചെയ്തിട്ട് ഹോൺ അടിക്കാന്ന് വെച്ചാൽ ഡ്രൈവർ പാനിക്കായിപ്പോയി. ഭയങ്കരമായിട്ട് പാനിക്ക് ചെയ്ത് അയാൾ ബ്രേക്ക് ചവിട്ടി നിർത്തി. പക്ഷേ മറ്റേ വണ്ടി വന്ന് ഭയങ്കരമായിട്ട് ഇടിച്ച് എനിക്ക് കാണാൻ പറ്റി. പക്ഷേ മോൻ കൊച്ചായിരുന്നത് കൊണ്ട് അവൻ്റെ മുമ്പിൽ അവന് കാണാൻ പറ്റിയില്ല വണ്ടി വന്ന് ഇടിക്കുന്നത്. അപ്പോൾ അവൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അവൻ ചെന്ന് തെറിച്ച് മുമ്പിലോട്ട് ഇടിച്ചിട്ട് ആ ഫാനിൻ്റെ അറ്റം, ഒരു ഇരുമ്പ് ഫാനല്ലോ, അത് അറ്റം അവൻ്റെ കണ്ണിൻ്റെ മുകളിലായിട്ട്, ഭാഗ്യത്തിന് കണ്ണി കൊണ്ടില്ല, മുകളിലായിട്ട് കൊണ്ടിട്ട് അവിടെ വലിയ മുറിവുണ്ടായി. അവനിങ്ങനെ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി, രക്തം വരുവാണ്. അപ്പം ഞാൻ വേഗം ഇറങ്ങി. കാർ ഓടുന്നില്ല, മറ്റേ ഓടുന്നില്ല, എന്ത് വന്ന് ഇടിച്ചെന്ന് അറിയുന്നില്ല. ആക്സിഡൻറ്റ് മനഃപൂർവ്വം ചെയ്തതാണോ അറിയാതെ പറ്റിയതാണോ എന്തോ അത് അറിയുന്നില്ല. അപ്പം ഞാൻ വേഗം മോനെ എടുത്തുകൊണ്ട് ഇറങ്ങി വെളിയിൽ പോയിട്ട് ഞാൻ വണ്ടികൾ കൈ കാണിക്കും. അപ്പോൾ അതുവരെ വന്നൊരു ഓട്ടോറിക്ഷ നിർത്തി ഞാൻ പറഞ്ഞു, ഞാൻ DIG ഇന്ന് ചാർജ് എടുത്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ, പ്ലീസ് എന്നെ മോനെ ഒന്ന് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാം. ഞാൻ ഡ്രൈവറെ അടുത്ത് പറഞ്ഞു, കൺട്രോൾ റൂമിൽ വിളിച്ച് പോലീസിൽ ട്രാഫിക്കിലൊക്കെ വിളിച്ച് പറയൂ, ഈ കേസ് എടുക്കാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. ഞാനും മോനുമായിട്ട് ഓട്ടോറിക്ഷയുടെ പുറകിലിരുന്ന് പോവുകയാണ്. അങ്ങനെ വീണ്ടും പോയി എറണാകുളത്തപ്പൻ അമ്പലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോഴേക്കും ഒരു വലിയൊരു ബസ് വന്നിട്ട് അതിവേഗത്തിൽ വന്ന് വളഞ്ഞ് തിരിഞ്ഞ് വന്ന് ഓട്ടോറിക്ഷയുടെ വശത്ത് ഒറ്റയിടി. അപ്പം ഞാൻ വിചാരിച്ചു എന്തോന്നാണ് ഈ സംഭവിക്കുന്നത്, ഓട്ടോറിക്ഷ ഇങ്ങനെ ഒലഞ്ഞു. ഞാൻ വിചാരിച്ചു എല്ലാവരും കൂടെ വീഴുവാണോ വീണ്ടും എന്തുവാന്ന് വിചാരിച്ചു. അപ്പോൾ അവസാനം ഡ്രൈവർ നിർത്തിയില്ല. ഓട്ടോ ഡ്രൈവറിന് അറിയാം, കാരണം മോൻ്റെ ശരീരത്തിൽ ഇങ്ങനെ മൊത്തം ബ്ലഡാണ്, യൂണിഫോം മുഴുവൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ മോനെയും കൊണ്ട് ഇങ്ങനെ പോവില്ലേ. അപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ എങ്ങനെയൊക്കെയോ സമചിത്തത പാലിച്ചുകൊണ്ട് അയാൾ വേഗം നിർത്താതെ കൊണ്ടുപോയി അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ഞാൻ അതിനിടയിൽ കൂടെ ഹസ്ബൻഡിനെ ഫോൺ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ മോനൊരു ആക്സിഡൻ്റ് ആയി, അവന് ബ്ലഡ് വരുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ലൂർദ് ഹോസ്പിറ്റലിലുണ്ട്. അപ്പം അദ്ദേഹം എവിടെയോ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോട്ടസ് ക്ലബ്ബിലോ മറ്റോ. ആ സമയം വേഗം വന്നിട്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് മോനെ എടുത്ത് എന്നെയും കൂടെ അദ്ദേഹത്തിൻ്റെ തന്നെ കാറിൽ കയറ്റി ഡോക്ടർ സന്തോഷ് ജോൺ എബ്രഹാം, ഞങ്ങളുടെ വലിയ അടുത്ത ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ സന്തോഷിൻ്റെ ലൂർദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മോനെ സ്റ്റിച്ചൊക്കെ ഇട്ട് അവിടെ കിടന്നു. അപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഉച്ചയായപ്പോഴേക്കും വന്നു. മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കുമോ ആരെങ്കിലും, കാരണം ഇങ്ങനെ അതിരാവിലെ ഞാൻ പോലീസ് ക്ലബ്ബിലാണ് താമസിക്കുന്നത്, മോനെ സ്കൂളിൽ ചേർക്കാനായിട്ട് വരുന്നുണ്ട്, അതൊക്കെ ഒബ്സർവ് ചെയ്ത് വെച്ചിട്ട് മനഃപൂർവ്വം വന്ന് ഇടിച്ച് ഒരു അപകടം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണോ എന്നൊരു വലിയ സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അയാളോട് ഓടിച്ചോണ്ട് വന്ന ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു അത് രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ അയാളുടെ മുണ്ടെങ്ങാണ്ട് കുടുങ്ങി, ആക്സിലേറ്ററിൽ കുടുങ്ങിപ്പോയി. ആക്സിലേറ്ററിൽ നിന്ന് അയാൾക്ക് കാലെടുക്കാൻ പറ്റാതായി. അങ്ങനെ സ്പീഡിൽ വന്നു. അതിൽ പാനിക്ക് ചെയ്ത് പുറത്തുനിന്നൊരു പോലീസ് വണ്ടി വരുന്നതും കണ്ടപ്പോൾ അയാൾ പാനിക്കായി. അങ്ങനെ വന്ന് ഇടിച്ചതാണ്, അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ നഷ്ടപ്പെട്ടതാണ് എന്നാണ് അയാൾ എക്സ്പ്ലനേഷൻ പറയുന്നത്. പിന്നെ ഒന്നും ഇതുപോലുള്ള ആക്സിഡൻറ്റ് കേസുകളിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ബെയിലബിൾ ഒഫൻസാണ്, അപ്പോൾ ബെയിൽ ചെയ്ത് വിടും. ഈ ബസ്സിനെ പറ്റി അന്വേഷിച്ചപ്പം അവിടെ എല്ലാ ബസ്സുകളും അങ്ങനെയാണ്. പ്രൈവറ്റ് ബസ്സുകളെല്ലാം വളരെ റാഷായിട്ടാണ് ഓടിക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് ചാർജ് എടുക്കുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് 2 സ്ത്രീകൾ നടന്നു പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ വന്ന ഒരു പ്രൈവറ്റ് ബസ് വന്ന് പാഞ്ഞ് വന്ന് അവരെ ഇടിച്ച് തെറിപ്പിച്ച് 2 പേരും മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ഓവർ സ്പീഡ് തടയുക എന്നുള്ളതായിരുന്നു. അതിരാവിലെ സമയവും വണ്ടികൾ വേറെ ഇല്ലയെന്ന് തോന്നുന്ന സമയത്ത് തോന്നുന്ന സ്പീഡിൽ അങ്ങ് പോവുക, അതിനെന്ത് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം ഇങ്ങനെ പത്രക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എറണാകുളം സിറ്റിയിൽ ഭയങ്കര ഭീകര അന്തരീക്ഷമാണ്, അടിക്കടി ഇങ്ങനെ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, വീട് കയറി മോഷ്ടിക്കുന്നു, അവിടെ ഭയങ്കര മാഫിയ സംഘങ്ങൾ, മയക്കുമരുന്നിൻ്റെ ഒഴുക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കഥകൾ പരക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അൺഡിറ്റക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5 മർഡർ കേസുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം, കേസ് ഡിറ്റക്റ്റ് ചെയ്യണം.
അപ്പോൾ അങ്ങനെ ഒരു കുറേ പദ്ധതികൾ മനസ്സിൽ വരുന്നുണ്ടായിരുന്നെങ്കിലും ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇങ്ങനെ ആയിപ്പോയതിൽ വലിയ ഡിപ്രഷനായിപ്പോയി എനിക്ക്. അതായത് വന്നപ്പോൾ തന്നെ ഇങ്ങനെ ക്വാർട്ടേഴ്സ് ഇല്ല, ക്ലബ്ബിൽ താമസിക്കേണ്ടി വരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് ക്ലബ്ബിൽ ഇരുന്നുകൊണ്ട് വയർലെസ്, നമ്മളിപ്പം ലോ ആൻഡ് ഓർഡറിൽ പോയി കഴിഞ്ഞാൽ ചെയ്യുന്നതെല്ലാം വയർലെസ്സിലൂടെയാണ് മോണിറ്ററിങ്, ഫോണിലൂടെയല്ല. കാരണം ഡെഡിക്കേറ്റഡ് വയർലെസ് സംവിധാനമാണ്. ഇവിടെ വയർലെസ്സിലൂടെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എവിടേക്ക് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ ബാൻഡ് മാറ്റി ഓരോ ജില്ലകളിലേക്ക് കേൾക്കാൻ പറ്റും. സെൻട്രൽ വയർലെസ് മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്, അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും വയർലെസ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കും. DIGക്ക് പ്രത്യേകമായിട്ടൊരു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ ഇല്ല. അതത് സിറ്റികളിലാണ് അല്ലെങ്കിൽ അതത് ജില്ലകളിലാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഓഫീസുകൾ. ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ച്, സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയും. അപ്പോൾ DIGയുടെ ഓഫീസ് നല്ലൊരു സ്ഥലത്താണെങ്കിൽ പോലും സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പർ ഓഫ് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. സഹായിക്കാനായിട്ടൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസറൊന്നും ഇല്ല. ഒരു DSP, ഒരു ഇൻസ്പെക്ടറുള്ള ഒരു ഓഫീസറാണ് പ്രോട്ടോകോൾ ഓഫീസർ എന്ന് പറഞ്ഞ റാങ്കിൽ വെച്ചിരിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ജില്ലകളിൽ നിന്നുള്ള ഹെൽപ്പ് എടുത്തിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. സിറ്റിയിൽ കമ്മീഷണറായിട്ട് വന്നത് വളരെ മിടുക്കനായിട്ടുള്ള ഒരു ഓഫീസറാണ് അന്ന്. ഇപ്പോഴും അതെ, അന്നുമായിരുന്നു ദിനേന്ദ്ര കശ്യപ്. അപ്പോൾ കശ്യപ് അവിടെ കമ്മീഷണറായിട്ട് പുതിയതായിട്ട് വന്ന് ചാർജ് എടുത്തു. മിക്കവാറും എല്ലാ ജില്ലകളിലും SP-മാർ പുതിയതായിട്ട് വന്നു. AK ആന്റണി സാറ് മുഖ്യമന്ത്രിയും ഹോർമിസ് തരകൻ സാറ് DGP ആയിരുന്നതുകൊണ്ട് മിക്കവാറും എല്ലാ പോസ്റ്റിങ്ങുകളും സീനിയോറിറ്റി അനുസരിച്ച് വളരെ ക്രമത്തിലങ്ങ് നടന്നു പോയിരുന്നു. അപ്പോൾ അതിൽ സീനിയോറിറ്റി അനുസരിച്ച് നോക്കുമ്പോൾ എൻ്റെ 87 ബാച്ചിലുള്ള ഞാനൊന്നും DIG റേഞ്ചിൽ ഇരുന്നിട്ടില്ലാത്തത് കൊണ്ട് എന്നെ എറണാകുളത്ത് പോസ്റ്റ് ചെയ്യും. എന്നെ സജസ്റ്റ് ചെയ്തത് തരകൻ സാറ് കോഴിക്കോടോ മറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നു. കോഴിക്കോടാണോ തൃശ്ശൂരായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ സാറ് തന്നെ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അന്ന് AK ആന്റണി സാറ് പറഞ്ഞാൽ ശ്രീലേഖ എറണാകുളത്ത് പോസ്റ്റ് ചെയ്യാം എന്ന് അങ്ങോട്ട് പറയുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് തോന്നിയതോ, ഞാൻ 2 വർഷത്തിന് മുമ്പ് സാറിനെ പോയി കണ്ടപ്പോൾ എറണാകുളത്ത് എവിടെയെങ്കിലും ഒരു പോസ്റ്റിംഗ് തരുമോ എന്ന് ആന്റണി സാറിനോട് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടന്നു. അപ്പോൾ ഞാൻ സമാധാനമായിട്ട് തിരുവനന്തപുരത്ത് സെറ്റിൽ ഡൗൺ ചെയ്ത് അവിടെ ക്വാർട്ടേഴ്സിൽ താമസിച്ച് എല്ലാം അവിടെ ആയിക്കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അദ്ദേഹത്തിന് ആ ഓർമ്മ വന്നു എറണാകുളം ഞാൻ ചോദിച്ച കാര്യം. അപ്പോൾ അദ്ദേഹം ശ്രീലേഖ എറണാകുളത്ത് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് എറണാകുളത്ത് കിട്ടിയത് എന്ന്. ആകപ്പാടെ അങ്ങ് പ്രശ്നമായി ആ സമയത്ത്. അദ്ദേഹം അത് ഓർത്ത് ചെയ്തെങ്കിലും വളരെ നന്ദിയുണ്ട് അദ്ദേഹം ചെയ്തതിന്. പക്ഷെ എന്നാലും എനിക്ക് എറണാകുളത്ത് പോയി ചാർജ് എടുത്തപ്പോൾ ഒരു ആകെ അൺസെറ്റിലിംഗ് ആയിരുന്നു ആദ്യം. അതുമല്ല ഞാൻ പ്രൊമോഷൻ ആവുന്നതിന് ഒരു വളരെ അടുത്ത് നിൽക്കുകയായിരുന്നു. താമസിയാതെ ഞാൻ IG ആകുമെന്നുള്ളൊരു അറിവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന സമയം നല്ലതായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ജിജ്ഞാസയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി ചാർജ് എടുത്തുവെങ്കിലും ഇതുപോലെയുള്ള കുറച്ചധികം ആരംഭത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു ശകലം ഡീമോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആ സമയം വളരെ നല്ലതായിരുന്നു. അതിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് വഴിയെ പറയാം. സസ്നേഹം, ശ്രീലേഖ.